إن الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ഏറെ ബഹുമാന്യരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ചുകൊണ്ട് തഖ്വയുള്ളവരായി ജീവിക്കുവാൻ നാം ഓരോരുത്തരും ശ്രദ്ധിക്കണം എന്നെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. വർഷത്തിന്റെ അവസാനത്തിലാണ് നാം ഓരോരുത്തരും ഉള്ളത്. പുതിയ കലണ്ടറുകൾ തൂക്കുകയും പഴയ കലണ്ടറുകൾ മാറ്റിവെക്കുകയും ചെയ്യുന്ന ദിവസമാണ്. ഏതാനും ദിവസങ്ങൾ കൂടി കഴിഞ്ഞാൽ നമ്മുടെ മുമ്പിലെത്തുന്നത്. പുതിയ കലണ്ടർ തൂക്കുമ്പോൾ ഏകദേശം 360ഓളം ദിവസങ്ങൾ നമ്മുടെ ഓരോരുത്തരുടെയും ആയുസ്സിൽ നിന്ന് കൊഴിഞ്ഞുപോയതിന്റെ ഒരു അടയാളമായി നാം ഓരോരുത്തരും അതിനെ മനസ്സിലാക്കണം. അഥവാ നമ്മുടെ ആയുസ്സിൽ നിന്ന് ഒരു വർഷം അവസാനിച്ചിരിക്കുന്നു. ഇനി നാം പുതുതായി തൂക്കുന്ന കലണ്ടറുകളിൽ ഏതെങ്കിലും ഒരു ദിവസത്തിൽ നമ്മുടെ ജീവിതം അവസാനിക്കുന്ന ദിവസം നമ്മൾ തൂക്കുന്ന ഒരുപക്ഷെ പുതിയ കലണ്ടറിൽ ഉണ്ടായിരിക്കാം. ഓരോ ദിവസവും ഓരോ മണിക്കൂറുകളും കഴിയുന്തോറും നാം ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിന്റെ അവസാനത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നാം ചിന്തിക്കേണ്ടത്. ഒരു വർഷം കഴിയുമ്പോൾ, അതല്ലെങ്കിൽ ഒരു ദിവസം കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യത്തിലേക്ക് നാം എത്രമാത്രം അടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടി നാം ആലോചിക്കണം. ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ നല്ല ജോലിയും നല്ല സമ്പത്തും നല്ല കുടുംബവും, അതല്ലെങ്കിൽ നല്ല അധികാരങ്ങളും സ്ഥാനമാനങ്ങളും അതൊന്നുമല്ല. അതൊക്കെ ജീവിതത്തിന്റെ ഭൗതികമായ ചില ലക്ഷ്യങ്ങൾ മാത്രമാണ്. ഒരു മനുഷ്യന്റെ ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് അവൻ സ്വർഗത്തിൽ പ്രവേശിക്കൽ തന്നെയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുക്കി വച്ചിരിക്കുന്ന നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുകയും ചെയ്യുക എന്നത് തന്നെയാണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിന്റെ പരമപ്രധാനമായ ലക്ഷ്യം.
ദുനിയാവിലെ ജീവിതത്തിന് വേണ്ട ചില വിഭവങ്ങൾ മാത്രമാണ് ജോലിയും സമ്പത്തും അതുപോലെ തന്നെ സാമ്പത്തിക വരുമാനങ്ങളുമൊക്കെ. അതൊക്കെ ആവശ്യം തന്നെയാണ്. പക്ഷെ അതൊന്നും ജീവിതത്തിന്റെ ലക്ഷ്യമല്ല. വിശുദ്ധ ഖുർആൻ പറയുന്നു, കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത്, എല്ലാവരും മരിക്കും, അതിൽ യാതൊരു തർക്കവുമില്ല. വഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ, ഈ ഭൂമിയിലെ നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് പൂർണ്ണമായി കൊണ്ട് പ്രതിഫലം നൽകപ്പെടുന്ന ഖിയാമത്തിലാണ്. അന്നാണ് യഥാർത്ഥത്തിൽ ജീവിതമെന്ന് പറയുന്നത്. അതുകൊണ്ട് ഫമൻ സുഹ്സിഅ അനിന്നാരി വഉദ്ഖിലൽ ജന്ന, ആ ദിവസത്തിൽ ആര് നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് അവൻ പ്രവേശനം നൽകപ്പെടുകയും ചെയ്താൽ ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ, അവന്റെ ജീവിതത്തിലാണ് വിജയം നേടിയവൻ, അവനാണ് ജീവിതത്തിൽ വിജയിച്ചവൻ. വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ, എന്നാൽ ജീവിതം, ഈ ജീവിതമെന്ന് പറഞ്ഞാൽ, ഈ ദുനിയാവിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ അത് വഞ്ചിക്കുന്നൊരു ചരക്ക് മാത്രമാണ്. സ്വർഗത്തിലേക്കുള്ള വഴികളിൽ തടസ്സം സൃഷ്ടിക്കുന്ന, നരകത്തിലേക്ക് ആളുകളെ വിളിക്കുന്ന, അതിലേക്ക് ആളുകളെ വഞ്ചിക്കുന്ന ഒരു ചരക്കും ഒരു പരീക്ഷണത്തിന്റെ ഗേഹം മാത്രമാണ് ദുനിയാവ്. അതുകൊണ്ട് ഫഖദ് ഫാസ്, ആരാണ് വിജയിച്ചവൻ, നരകത്തിൽ നിന്ന് അകറ്റപ്പെടുകയും സ്വർഗത്തിലേക്ക് പ്രവേശനം നൽകപ്പെടുകയും ചെയ്യുന്നവൻ മാത്രമാണ് ഭൂമിയിലും അതുപോലെ തന്നെ പരലോകത്തിലും വിജയിക്കുന്നവൻ. അഥവാ ജീവിതത്തിൽ വിജയം വരിച്ചവൻ അത് മാത്രമാണ്. സഹോദരന്മാരെ, എന്തുകൊണ്ടാണ് നരകമോചനവും സ്വർഗപ്രവേശനവുമാണ് ജീവിതത്തിന്റെ ലക്ഷ്യമെന്ന് പറയാൻ കാരണം എന്താണ്? ഒരു മനുഷ്യൻ തോൽക്കുന്ന സ്ഥലമാണ് നരകമെന്ന് പറഞ്ഞാൽ. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്മാരെ സൃഷ്ടിച്ചത് വളരെ ലഈഫ, ദുർബലന്മാരായിക്കൊണ്ടാണ് മനുഷ്യന്റെ സൃഷ്ടിപ്പ്. ആ ദുർബലനായ മനുഷ്യരൊരിക്കലും താങ്ങാനും സഹിക്കാനും കഴിയാത്ത വിധമുള്ള ശിക്ഷകളുടെ കാഠിന്യമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒരുക്കി വച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആ നരകത്തിലേക്ക് ഒരു മനുഷ്യന് പ്രവേശനം നൽകപ്പെടുക എന്ന് പറഞ്ഞാൽ അത് അവന്റെ ജീവിതത്തിന്റെ നാശമാണ്, ജീവിതത്തിന്റെ പരാജയമാണ്. റബ്ബനാ ഇന്നക മൻ തുദ്ഖിലിൻ നാര ഫഖദ് അഖ്സൈതഹു, അല്ലാഹുവേ, നീ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഖ്സൈതഹു, നീ ആ മനുഷ്യനെ അപമാനിച്ചിരിക്കുന്നു, നിന്ദിച്ചിരിക്കുന്നു. ദുനിയാവിൽ ഒരു മത്സരത്തിൽ തോറ്റു, തെരഞ്ഞെടുപ്പിൽ തോറ്റു, പരീക്ഷയിൽ തോറ്റു, അതല്ലെങ്കിൽ കുടുംബജീവിതത്തിൽ തോറ്റു, ഇതൊക്കെ തോൽവികളാണെങ്കിലും ദുനിയാവിൽ മനുഷ്യന്മാരുടെ മുമ്പിൽ നിന്ദിക്കപ്പെടുന്ന അവസ്ഥയുണ്ടെങ്കിലും അതൊന്നുമല്ല സഹോദരന്മാരെ ആത്യന്തികമായ നിന്ദത, ആത്യന്തികമായ തോൽവിയും പരിഹാസവും അതൊന്നുമല്ല. ഇന്നക മൻ തുദ്ഖിലിൻ നാർ ഫഖദ് അഖ്സൈതഹു, അല്ലാഹുവേ, നീ ഒരു മനുഷ്യനെ നരകത്തിലേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ, ആ നരകത്തിലേക്ക് നീ പ്രവേശിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഫഖദ് അഖ്സൈതഹു, നീ ആ മനുഷ്യനെ നിന്ദിച്ചിരിക്കുന്നു. ആ നിന്ദതയിൽ നിന്നും പരിഹാസത്തിൽ നിന്നും തോൽവിയിൽ നിന്നും ഒരു മനുഷ്യൻ രക്ഷപ്പെടുക എന്നതാണ് ഒരു മനുഷ്യന്റെ ആത്യന്തികമായ വിജയമെന്ന് പറയുന്നത്. കാരണം നരകം നമ്മളൊക്കെ മനസ്സിലാക്കിയതിനേക്കാളൊക്കെ എത്രയോ അപ്പുറമാണ് സഹോദരന്മാരെ. കല്ലാ ഇന്നഹാ ലദാ നസാഅത്തൻ ലിശ്ശവ, കല്ല, നിങ്ങൾ മനസ്സിലാക്കിയതുപോലെ ഒന്നുമല്ല നരകം. മനുഷ്യന്മാർ നരകത്തെ സംബന്ധിച്ച് പല സങ്കല്പങ്ങളുമുണ്ട്. ജൂതന്മാരും ക്രിസ്ത്യാനികളും പറയും ഞങ്ങളൊക്കെ നരകത്തിൽ പോകാത്ത ആൾക്കാരാണ്. ഇനി ഏറി വന്നാൽ നഹ്നു അഹിബ്ബാഹു, ഞങ്ങൾ അള്ളാഹിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ആൾക്കാരാണ്, ഞങ്ങൾ അള്ളാഹിന്റെ സന്താനങ്ങളാണ്, അള്ളാഹിന്റെ വേണ്ടപ്പെട്ടവരാണ്, അതുകൊണ്ട് ഞങ്ങളൊക്കെ നരകത്തിൽ പോകുകയാണെങ്കിലും ഇല്ല അയ്യാമു മഅദൂദ, കുറച്ച് ദിവസം മാത്രമേ നരകത്തിൽ കിടക്കുള്ളൂ. അത് അവരുടെ നരകവീക്ഷണമാണ്, അല്ലെങ്കിൽ നരകത്തെക്കുറിച്ചുള്ള അവരുടെ പിന്നെ ബോധ്യമാണ്. പക്ഷേ അള്ളാഹ് പറയും കല്ല, അതൊക്കെ വെറുതെയാണ്. ഇന്നഹാ ലദാ, അത് നിശ്ചയമായും കരിച്ചു കളയും, അത് മനുഷ്യന്മാരെ ആർന്നു തിന്നും. നസാഅത്തിൽ ലിശ്ശവ, അവന്റെ തലച്ചോറിനെ വരെ, അവന്റെ തലയോട്ടികളെ വരെ അത് കരിച്ചു കളയുകയും അത് കാർന്നു തിന്നുകയും ചെയ്യുമെന്നാണ്. ഒരു മനുഷ്യന്റെ ശരീരത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ച എല്ലുകളിൽ, പേശികളിൽ ഏറ്റവും ശക്തിയുള്ളതാണ് ഒരു മനുഷ്യന്റെ തലച്ചോറിന്റെ എല്ല് എന്ന് പറഞ്ഞാൽ. ആ തലച്ചോറിന്റെ എല്ല് വരെ അത് കാർന്നു തിന്നുകയും വളരെ പെട്ടെന്ന് നശിപ്പിക്കുകയും ചെയ്യും. തദ്ഉ മൻ അദ്ബറ വതവല്ല, ആ നരകത്തിന്റെ വഴിയിലേക്ക് നടക്കുന്ന, അല്ലെങ്കിൽ സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് പിന്തിരിഞ്ഞ് നടക്കുന്ന മനുഷ്യന്മാർ അത് വിളിച്ചുകൊണ്ടിരിക്കാൻ. വജമഅ ഫൗആ, ഭൂമിയിൽ സമ്പത്ത് ഇങ്ങനെ കെട്ടിപ്പൂട്ടി വെച്ച് അള്ളാഹുവിന്റെ മാർഗത്തിൽ ചെലവഴിക്കാതെ സമ്പത്തിന്റെ ആധിക്യത്തിന്റെ മുകളിൽ പെരുമ നടിക്കുന്ന ആളുകളെ നരകം വിളിച്ചുകൊണ്ടിരിക്കുന്നു. തദ്ഉ, അത് നരകം വിളിച്ചുകൊണ്ടിരിക്കാൻ.
ഇങ്ങനെ മനുഷ്യന്മാരെ ശിക്ഷിക്കാൻ ആവശ്യമായ പല രീതികളും അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ സംവിധാനിച്ചിട്ടുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്തു ഹജ്ജിൽ പറയാണ്, യുസബ്ബു മിൻ ഫൗഖി റൂസിഹിൽ ഹമീം. ഒരു മനുഷ്യന്റെ തലയുടെ മുകളിലൂടെ കാഠിന്യമേറിയ ചൂടുവെള്ളം അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ ഒഴിക്കുന്നതാണ്. യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം വൽ ജുലൂദു. ആ വെള്ളം അവന്റെ ശരീരത്തിലൂടെ വീഴുമ്പോൾ യുസ്ഹറു ബിഹി മാ ഫീ ബുതൂനിഹിം, അവരുടെ കുടൽമാലകളും അവരുടെ വയറുകളും പിന്നെ അവരുടെ ഉദരങ്ങളിലുള്ള മുഴുവൻ വസ്തുക്കളെയും അത് കരിച്ചു കളയുകയും അതുപോലെ നശിപ്പിച്ചു കളയും. വൽ ജുലൂദ്, അവന്റെ തൊലികളെയും അത് നശിപ്പിച്ചു കളയും. ഇങ്ങനെ ഭയാനകമായ ശിക്ഷയാണ് നരകത്തിലുള്ളത്. ആ നരകത്തിൽ നിന്ന് മോചനം നേടുക എന്നതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ജീവിതത്തിലെ ലക്ഷ്യം. ആ ജീവിതത്തിൽ ലക്ഷ്യത്തിലേക്ക് കഴിഞ്ഞ വർഷത്തിൽ നാം എത്രമാത്രം അടുത്തിട്ടുണ്ട്, നാം എന്തൊക്കെയാണ് അതിന് പണിയെടുത്തിട്ടുള്ളത് എന്ന് കലണ്ടർ മാറ്റിവെക്കുമ്പോൾ നാം ഓരോരുത്തരും ചിന്തിക്കുകയും സഹോദരന്മാരെ ആലോചിക്കുകയും ചെയ്യേണ്ടതുണ്ട്. ആ നരകത്തിൽ നിന്ന് മോചനം നേടി സ്വർഗത്തിലേക്കാണ് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം പ്രവേശിക്കാനുള്ളത്. ആ സ്വർഗം ഒരു മനുഷ്യന് നേടുമ്പോഴാണ് അവൻ ജീവിതത്തിൽ വിജയിക്കുക. വഅദല്ലാഹുൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് ജന്നാത്തിൻ തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകൾക്കും ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും അല്ലാഹു സ്വർഗം വാഗ്ദാനം ചെയ്തിരിക്കുന്നു. തജ്രി മിൻ തഹ്തിഹൽ അൻഹാർ ഖാലിദീന ഫീഹാ വമസാകിന ത്വയ്യിബ. അതിൽ നല്ല നല്ല വിഭവങ്ങളുണ്ട്, നല്ല നല്ല വീടുകളുണ്ട്, ഭവനങ്ങളുണ്ട്. ഫീ ജന്നാത്തി അദ്നിൻ വറിദ്വാനും മിനല്ലാഹി അക്ബർ. അതിനേക്കാളൊക്കെ വലുതാണ് അല്ലാഹുവിന്റെ തൃപ്തി അവർക്കതിൽ ലഭിക്കും. ദാലിക ഹുവൽ ഫൗസുൽ അളീം. അതാണ് ഏറ്റവും വലിയ വിജയം. അതുകൊണ്ട് സഹോദരന്മാരെ, ഒരു വർഷം കഴിയുമ്പോൾ, പുതിയ വർഷം, പുതിയ കലണ്ടർ നമ്മുടെ വീട്ടിൽ തൂങ്ങാൻ പോകുമ്പോൾ കഴിഞ്ഞ വർഷത്തിൽ ഒരു കണക്കെടുപ്പ് നാം ഓരോരുത്തരും നടത്തണം. ചില തിരുത്തലുകൾ സഹോദരന്മാരെ നമ്മൾ വരുത്തേണ്ടതുണ്ട്. കാരണം മനുഷ്യന്റെ ആയുസ് എന്ന് പറഞ്ഞ് വളരെ കുറച്ചേ ഉള്ളൂ. ഏത് സമയം നിലച്ചു പോകാം. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കഴിഞ്ഞ വർഷം ഈ ഡിസംബർ മാസത്തിൽ ഇതുപോലെ വെള്ളിയാഴ്ചയിൽ നമ്മുടെ പള്ളിയിൽ ജുമക്ക് കൂടിയിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ അല്ല. കഴിഞ്ഞ മാസം നമ്മുടെ കൂടെ ഈ ജുമഅക്ക് ഏറ്റവും ആദ്യം പള്ളിയിലെത്തിയിരുന്ന പലരും ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. അല്ലാഹുവർക്കെല്ലാം പുറത്തു കൊടുക്കുമാറാവട്ടെ. ഇനി അടുത്ത ഡിസംബർ വരുമ്പോൾ ഇതുപോലെ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടാൻ നമ്മൾ എത്ര ആളുകൾ ഉണ്ടാകും നമുക്ക് ആർക്കും അറിയില്ല. ഡിസംബർ വേണ്ട, ജനുവരിയിൽ തന്നെ, ഫെബ്രുവരിയിൽ തന്നെ ഒരു പക്ഷേ നമ്മുടെ മരണ വാർത്തകൾ മറ്റുള്ളവർ കേൾക്കേണ്ടി വരുന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ട് ദിവസം കഴിയും തോറും നമ്മൾ നമ്മുടെ ജീവിതത്തെ പുതുക്കിക്കൊണ്ടിരിക്കുകയും നമ്മുടെ ഈമാനെ പുതുക്കിക്കൊണ്ടിരിക്കുകയും അതുപോലെ തന്നെ മരണത്തിന് വേണ്ടി തയ്യാറാകുകയും ചെയ്യുന്ന ഒരവസ്ഥയാണ് സഹോദരന്മാരെ നമുക്കുണ്ടാകേണ്ടത്. വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അയ്യുല്ലദീന ആമനൂ തഖുല്ലാഹ്. വിശ്വാസികളെ നിങ്ങൾ അല്ലാഹുവിനെ സൂക്ഷിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ. നാളെയുടെ ജീവിതത്തിന് വേണ്ടി നാം എന്താണ് ഓരോരുത്തരും ഒരുക്കി വെച്ചിരിക്കുന്നത് നമ്മൾ ഓരോരുത്തരും ചിന്തിക്കണം. വൽ തൻദുർ നഫ്സുൻ, ഓരോ മനുഷ്യനും ആലോചിക്കട്ടെ എന്ന. ബാപ്പാന്റെ കാര്യം ആലോചിക്കണം, മകന്റെ കാര്യം ആലോചിക്കണം, ഭാര്യയുടെ കാര്യം ആലോചിക്കണം, ഭർത്താവിന്റെ കാര്യം ആലോചിക്കണം. വൽ തൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ ഇന്നല്ലാഹ ഖബീറുൻ ബിമാ തഅമലൂൻ. അള്ളാഹിനെ നിങ്ങൾ സൂക്ഷിച്ചോളൂ. അള്ളാഹ് നിങ്ങൾ പ്രവർത്തിക്കുന്ന എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചും വളരെ സൂക്ഷ്മമായി അറിയുന്നവനാണ്. നിങ്ങൾ രഹസ്യം ചെയ്താലും പരസ്യത്തിലാണെങ്കിലും ഉറക്കത്തിലാണെങ്കിലും മയക്കത്തിലാണെങ്കിലും വീട്ടിലാണെങ്കിലും എവിടെയായിരുന്നാലും വല്ലാഹു ഖബീറുൻ ബിമാ തഅമലൂൻ. എന്നിട്ട് പറയും, വിശ്വാസികൾ വിളിച്ചു പറയാൻ, വലാ തകൂനു കല്ലദീന നസുല്ലാഹ്. അല്ലാഹുവിനെ മറന്നവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകാൻ പാടില്ല. ജീവിതത്തിൽ ഒരുപാട് ഐശ്വര്യങ്ങളും ഒരുപാട് നിഅമത്തുകളും അല്ലാഹ് കൊടുത്തിട്ടും പടച്ചോൻ ഓർമ്മയില്ലാത്തവരെ പോലെ നിങ്ങൾ ഒരിക്കലും ആകരുത്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഈ ഇരിക്കുന്ന ഓരോരുത്തരും സഹോദരന്മാരെ നമ്മൾ ചിന്തിച്ചു നോക്കൂ, എത്രയാണ് പടച്ചറബ് നമ്മളൊക്കെ അനുഗ്രഹിച്ചിട്ടുള്ളത്. എത്ര നിഅമത്തുകളാണ് പടച്ചറബ് ഈ മൈക്രോ സെക്കൻഡിൽ പോലും നമ്മുടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴും കേട്ടുകൊണ്ടിരിക്കുമ്പോഴും അള്ളാഹുവിന്റെ നിഅമത്തിന്റെ കോടാനുകോടി നിഅമത്തിലാണ് നാം ഓരോരുത്തരും ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അല്ലാഹ് പറയാം, പക്ഷെ നിങ്ങൾ അല്ലാഹുവിനെ മറക്കരുത്. കല്ലദീന നസുല്ലാഹ ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ അല്ലാഹുവിനെ മറന്നാൽ നിങ്ങൾ അല്ലാഹുവിനെ അല്ല മറക്കുന്നത്, നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. നിങ്ങൾ അല്ലാഹുവിനെ മറന്നാൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് എന്താണ്? ഫഅൻസാഹും അൻഫുസഹും. നിങ്ങൾ നിങ്ങളെ തന്നെയാണ് മറക്കുന്നത്. കാരണം അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ നിസ്കാരം, നിങ്ങളുടെ ഇബാദത്ത്, നിങ്ങളുടെ സൽക്കർമ്മങ്ങളൊന്നും പടച്ചോന്റെ മഹത്വത്തിന് ഒരു നന്മയും ഏറ്റുന്നില്ല, ഒരു കോട്ടവും വരുത്തുന്നില്ല. അപ്പൊ അല്ലാഹുവിനെ മറന്ന് ജീവിച്ചാൽ ഫഅൻസാഹും അൻഫുസഹും, അവർ സ്വന്തത്തെ തന്നെയാണ് മറന്നിരിക്കുന്നത്. ഉലൈക ഹുമുൽ ഫാസിഖൂൻ, അവരാണ് ഫാസിഖീങ്ങൾ. അതുകൊണ്ട് വിശ്വാസികൾ നിങ്ങൾ ഫാസിഖായി പോകരുതെന്നും വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തിയിട്ടുണ്ട്. നാം ഓരോരുത്തരും ചിന്തിക്കേണ്ട കാര്യമാണ്.
ദുനിയാവ് കണ്ട് നമ്മൾ ഒരിക്കലും പരലോകം മറന്നുപോയി. ഖുൽ മതാഉ ദുനിയ ഖലീലുൻ. ദുനിയാവിന്റെ വിഭവങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ തുച്ഛമാണ്. വൽ ആഖിറതു ഖൈറുൻ ലിമനിത്തഖാ. തഖ്വയുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം പരലോകം തന്നെയാണ് ഏറ്റവും നല്ലത്. ദുനിയാവിൽ പരീക്ഷണങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുകളുണ്ടാവും, പ്രയാസങ്ങളുണ്ടാവും, വേദനകളുണ്ടാവും, മനസ്സ് വേദനിച്ച് പൊട്ടുന്ന അവസ്ഥ ഉണ്ടാകും. അതൊക്കെ ദുനിയാവിൽ തീരും. നമ്മുടെ ശ്വാസം നിലക്കുന്നതോടെ അതെല്ലാം അവസാനിക്കും. പക്ഷെ ദുനിയാവിലും നീറൽ, പരലോകത്തിൽ നീറലാണെങ്കിൽ ആ മനുഷ്യനാണ് ഖസറത് ദുനിയ വൽ ആഖിറ. അല്ലാഹു നമ്മെല്ലാം കാത്തുരക്ഷിക്കുമാറാവട്ടെ. അതുകൊണ്ട് ദുനിയാവിന്റെ പ്രയാസങ്ങൾക്ക് ഒരു അന്ത്യം ഉണ്ടാകും. പക്ഷെ പരലോകത്തുള്ള പ്രയാസങ്ങൾക്ക് അന്ത്യമില്ല സഹോദരന്മാരെ. പരലോകത്തിന്റെ പ്രയാസങ്ങൾക്ക് അന്ത്യമില്ല. അതുകൊണ്ട് ഖുൽ മതാഉ ദുനിയ ഖലീൽ വൽ ആഖിറതു ഖൈറുൻ ലിമനിത്തഖാ. മഹാനായ അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഏറ്റവും പ്രിയപ്പെട്ട സഹാബിയാണെന്ന് മാത്രമല്ല, പ്രവാചകൻ എന്ത് ചെയ്താലും അത് അതുപോലെ ചെയ്യണമെന്ന് വാശി പിടിക്കുകയും പ്രവാചകൻ നടന്നിടത്ത് തന്നെ കാലുവെച്ച് നടക്കുകയും ചെയ്തൊരു സഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അദ്ദേഹം രാത്രി തഹജ്ജുദ് നമസ്കാരത്തിൽ ചെറിയ ആദ്യ കാലഘട്ടത്തിൽ ചെറിയ വീഴ്ചകൾ വരുത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിഅമൽ അബ്ദു അബ്ദുല്ലാഹ്, നിഅമൽ അബ്ദു അബ്ദുല്ലാഹ്. അള്ളാഹുവിന്റെ അബ്ദുല്ലാഹി ഇബ്നു ഉമർ എത്ര നല്ല അള്ളാഹുവിന്റെ അടിമയാണ്. അദ്ദേഹം രാത്രി നമസ്കാരത്തിന്റെ കാര്യം കൂടി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ പിന്നെ അദ്ദേഹം ജീവിതത്തിൽ ഒരിക്കലും രാത്രി നമസ്കാരം ഒഴിവാക്കിയിട്ടില്ല. അങ്ങനെയുള്ള അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ അദ്ദേഹത്തിന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറയാൻ, കുൻ ഫിദ് ദുനിയ കഅന്നക ഖരീബുൻ ഔ ഗാബിരി സബീൽ. അബ്ദുല്ലാ, നീ ഭൂമിയിൽ ജീവിക്കേണ്ടത് എങ്ങനെയാണ്? ഒരു വഴിയാത്രക്കാരനെ പോലെയാണ്. ഒരു വഴിയാത്രക്കാരനെ പോലെ. അഥവാ വീട്ടിൽ നിന്ന് ഒരു ആവശ്യത്തിന് വേണ്ടി ഒരു അങ്ങാടിയിലേക്ക് വന്നു, അല്ലെങ്കിൽ ഇവിടുന്ന് ഡൽഹിയിലേക്കോ അല്ലെങ്കിൽ വേറെ എവിടേക്കെങ്കിലും നമ്മൾ യാത്ര പോയി, മുംബൈയിലേക്കൊക്കെ നമ്മുടെ ആവശ്യത്തിന് വേണ്ടി നമ്മുടെ സ്വന്തം വീട് വിട്ട് നമ്മുടെ യാത്രക്കാരനെ പോലെ പോയതാണ്. പക്ഷെ നമ്മൾ അവിടെ ചെന്ന് അവിടുത്തെ വിഭവങ്ങളൊക്കെ മറന്ന് നമ്മുടെ കുടുംബത്തെ മറന്ന് നമ്മൾ വന്ന് ലക്ഷ്യം മറന്നാൽ എന്തായിരിക്കും അവസ്ഥ? അങ്ങനെ ഉണ്ടാകരുത്. ആ യാത്ര ലക്ഷ്യം പൂർത്തീകരിച്ച് വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോകുന്നവനെ പോലെ. അഥവാ ഏതാനും ദിവസങ്ങളും ഏതാനും മണിക്കൂറുകളും ഏതാനും മിനിറ്റുകളും മാത്രമേ അവിടെ നിങ്ങൾക്ക് ജീവിക്കാനുള്ളൂ. അതുപോലെയായിരിക്കണം നീ ദുനിയാവിൽ ജീവിക്കേണ്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുകളിൽ പ്രവാചകൻ കിടന്നുറങ്ങിയ ആ പരപ്പിൽ അഥവാ പായയിൽ, ആ പായയുടെ അടയാളങ്ങൾ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുതുകിൽ പതിഞ്ഞത് കണ്ടപ്പോൾ മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു കരഞ്ഞുകൊണ്ട് ചോദിച്ചു, നബിയെ, നിങ്ങൾക്ക് ഞാൻ നല്ലൊരു പായ വാങ്ങിത്തരട്ടെയോ? അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാലി വലിദ് ദുനിയ. അല്ല ഉമർ, ഞാനും ദുനിയാവും തമ്മിലുള്ള ബന്ധമെന്താണ്? മസലി വമസലു ദുനിയ കമസലി റാകിബിൻ ഖാല ഫീ ളില്ലി ശജറത്തിൻ സുമ്മ റഹദ വതറകഹ. യാത്രക്കാരൻ ക്ഷീണിച്ചുകൊണ്ടൊരു മരത്തിന്റെ തണലിൽ വിശ്രമിക്കുന്നു. കുറച്ചു നേരം വിശ്രമിച്ച് അവിടുന്ന് റാഹത്തായി ഉറങ്ങി നീച്ച് അയാൾ ആ മരം തന്റെ തണൽ വിട്ടുകൊണ്ട് പോവുകയാണ്. ഒരു മരത്തിന്റെ തണൽ കണ്ടാൽ ഇനി വീടും വേണ്ട, കുടുംബം വേണ്ട, ഈ മരത്തിന്റെ തണൽ തന്നെയാണെന്ന് ആരെങ്കിലും വിചാരിക്കുമോ? ആരും വിചാരിക്കില്ല. അതുപോലെയാണ് ദുനിയാവ് എന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ് അദ്ദേഹത്തെ ഉണർത്തുകയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്തിരിക്കുന്നത്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മൾ മരണത്തോടടുക്കുമ്പോൾ നമ്മൾ ദീനിനോടും അടുത്തുകൊണ്ടിരിക്കണം. നമ്മൾ ഓരോ സെക്കൻഡ് നമ്മൾ മരണത്തോടടുത്തുകൊണ്ടിരിക്കണം. ആ മരണത്തോടടുത്തുകൊണ്ടിരിക്കുമ്പോഴൊക്കെ നമ്മൾ ദീനിനോടും അടുത്തുകൊണ്ടിരിക്കണം. മരണത്തോടടുക്കും തോറും ദീനിൽ നിന്ന് വിട്ടുപോകുന്ന അവസ്ഥയുണ്ടായാൽ അത് ഏറ്റവും വലിയ നഷ്ടമാണ്. ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കും എന്ന് വലിയ പ്രയാസം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിലുള്ള പ്രയാസത്തെക്കാൾ ഒരുപക്ഷെ വർദ്ധിച്ച തോതിലുള്ള പരിഹാസങ്ങളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും ഈ ദുനിയാവിലുണ്ടാകും. അത് അല്ലാഹു പറഞ്ഞതാണ്. ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഇങ്ങനെ അങ്ങാടിക്കൂടെ നടന്നു പോകുമ്പോൾ പ്രവാചകൻ ദീനനുസരിച്ച് കൊണ്ടിരിച്ച് താടി നീട്ടി നല്ല വസ്ത്രം ധരിച്ച് ഇസ്ലാമികമായി കൊണ്ട് വസ്ത്രധാരണ രീതി സ്വീകരിച്ചുകൊണ്ട് നടന്നു പോകുമ്പോൾ ഇന്നല്ലദീന അജ്റമൂ കാനൂ മിനല്ലദീന ആമനൂ യൽഹഖൂൻ. അവരിങ്ങനെ ചിരിക്കാൻ, കാഫിരീങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നോക്കി ചിരിക്കാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്തിനെ നോക്കി പരിഹസിക്കാൻ. ഇന്നും അങ്ങനെ ആൾക്കാരുണ്ടല്ലോ. ഇന്ന് മുസ്ലിമീങ്ങൾ തന്നെ ആൾക്കാരുണ്ട്. ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന ആളുകളെ നോക്കി പരിഹസിക്കുന്നവർ. അതാരുടെ സ്വഭാവമാണ്? അത് കാഫിറിന്റെ സ്വഭാവമാണ്. ആ പരിഹാസത്തിൽ മനം വേദനയാകേണ്ട ആവശ്യമില്ല, ബേജാറാകേണ്ട ആവശ്യമില്ല. വൈദാ മർറൂ ബിഹിം യതഗാമസൂൻ. ആ വിശ്വാസികളായ ആളുകൾ കാഫിറുകളായ സത്യനിഷേധികളായ അല്ലെങ്കിൽ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ അടുക്കളോട് നടന്നു പോകുമ്പോൾ യതഗാമസൂൻ, അവരിങ്ങനെ കണ്ണുകൊണ്ട് ആംഗ്യം കാണിക്കാൻ, അല്ലെങ്കിൽ കൈകൊണ്ട് ഇവനൊക്കെ എന്ത് കഥ, ഇവനൊക്കെ ലോകം തിരിയോ, ഇവനൊക്കെ ഏത് നൂറ്റാണ്ടുകാരനാണ് എന്ന് ചോദിക്കുന്നവർ നൂറ്റാണ്ട് മുമ്പ് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതിലൊന്നും വിശ്വാസികൾ അതൊക്കെ ഉണ്ടാകും. വൈദൻ ഖലബു ഇലാഹിലിഹിം ഖലബു ഫഖീൻ.
അവർ അവിടെ കുടുംബങ്ങളിലേക്കൊക്കെ മടങ്ങുമ്പോൾ വലിയ സന്തോഷത്തിലാണ്. എന്ന് പറഞ്ഞാൽ ദുനിയാവ് അടിച്ചു പൊളിച്ച് ജീവിക്കാണവര്. എന്നാൽ വിശ്വാസികളായ ആളുകൾ വൈദാർ ഔഹും ഖാലു ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, മുഅ്മിനീങ്ങളായ ആളുകളെ കണ്ടാൽ അവർ പറയും ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഇത് കണ്ടോ വൈബേച്ച ആൾക്കാർ, ഇവരൊക്കെ ലോകം തിരിഞ്ഞ ആൾക്കാരാണോ? ഇവരൊക്കെ ഈ നൂറ്റാണ്ടിൽ ജീവിക്കേണ്ട ആൾക്കാരാണോ? ഇവരൊക്കെ ഏത് നൂറ്റാണ്ടിലെ ആൾക്കാരാണ്? ഇവർക്ക് കമ്പ്യൂട്ടറിന്റെയും ഏതെങ്കിലും ലോകത്തിന്റെ ജീവിത കാലഘട്ടത്തിൽ ദീന് പറഞ്ഞെടുക്കാണോ എന്ന് പറയുന്ന ആളുകളുണ്ടാകും. അന്നുണ്ടായിട്ടുണ്ട്. റസൂൽ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചിട്ടുണ്ട്, ഇന്ന ഹൗലാഇ ലദാല്ലൂൻ, ഈ മുഅ്മിനീങ്ങളായ ഇവർ തന്നെയാണ് വഴിതെറ്റിയവർ. എന്നാൽ അല്ലാഹു പറയാണ്, ഇതിന് ഒരു പ്രതികാരം ചോദിക്കുന്നൊരു ദിവസമുണ്ട്. അത് പരലോകത്ത് വെച്ചുകൊണ്ടാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, മുർസിലു അലൈഹിം ഹാഫിലീൻ, ഈ മുഅ്മിനീങ്ങളുടെ കാര്യം നോക്കാൻ ഈ കാഫിരികളെ ഏൽപ്പിച്ചിട്ടില്ല. പക്ഷെ ദുനിയാവിൽ അവർ ഏറ്റ പരിഹാസങ്ങളുണ്ടല്ലോ, ആ പരിഹാസങ്ങൾക്ക് അല്ലാഹു ബദൽ ചോദിക്കും പരലോകത്ത്. എന്താ വിശ്വാസം? അല്ലാഹു പറയാണ്, ഫൽയൗമ ഇന്ന അൽയൗമൽ ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ, അന്ന് കാഫിരീങ്ങളായ ആളുകൾ നരകത്തിലേക്ക് അല്ലാഹു അങ്ങനെ തെളിച്ചു കൊണ്ടുപോകുമ്പോൾ മുഅ്മിനീങ്ങൾ അവരെ നോക്കി ഇങ്ങനെ ചിരിക്കും. ദുനിയാവിൽ ദീനനുസരിച്ച് ജീവിച്ചപ്പോ അവനെ പരിഹസിച്ചുകൊണ്ട് നീ ചിരിച്ചില്ലേ, എങ്കിൽ നീ നരകത്തിലേക്ക് പോകുമ്പോൾ അൽ വിശ്വാസികളും ഫൽയൗമൽ ലദീന ആമനൂ മിനൽ കുഫാരി യദ്ഹഖൂൻ, അന്ന് കാഫിരീങ്ങളായ ആളുകൾ നോക്കിക്കൊണ്ട് വിശ്വാസികൾ ചിരിക്കും. ദുനിയാവിൽ നിന്ന് പകരം ചോദിക്കാൻ. അതുകൊണ്ട് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഒരു നഷ്ടവും, എന്ത് പ്രയാസങ്ങളാണെങ്കിലും എന്ത് ബുദ്ധിമുട്ടുകളാണെങ്കിലും ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുമ്പോൾ അവർക്കാണ് പ്രയാസം ഉണ്ടാകുക. അതാണ് അല്ലാഹു പറഞ്ഞത്, വൈദാ റഔഹും ഖാലു പിന്നെ വൈദൻ ഖലബു ഇലാ അഹ്ലിഹിം ഇൻഖലബു ഫഖീഹിൻ, കാഫിരീങ്ങളായ ആളുകൾ, അല്ലാഹുവിന്റെ ദീനിനെ പരിഹസിക്കുന്ന ആളുകൾ, അവർ കുടുംബത്തിലൊക്കെ വലിയ സന്തോഷത്തിലാണ്. അവർക്കൊരു പ്രയാസം ഉണ്ടാവില്ല കുടുംബത്തിലൊന്നും. പക്ഷെ അള്ളാന്റെ ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്നവർക്ക് പ്രയാസങ്ങളുണ്ടാവും, പരീക്ഷണങ്ങളുണ്ടാവും, ബുദ്ധിമുട്ടുണ്ടാവും, മാനസികവും ശാരീരികവുമായ പീഡനങ്ങളും പ്രയാസങ്ങളും കുത്തുവാക്കുകളുണ്ടാവും. അതിനൊന്നും പതറാതിരിക്കുക, ദീന് കൈയൊഴിയാതിരിക്കുക, മറ്റുള്ളവരുടെ സംസ്കാരങ്ങളും മറ്റുള്ള ആചാരങ്ങളും നമ്മൾ എടുത്തണിയാതിരിക്കുക. അതാണ് ഇന്ന് ഏറ്റവും കൂടുതൽ നമ്മൾ കൗം പഴച്ചുകൊണ്ടിരിക്കുക. ഇപ്പൊ ക്രിസ്മസ് കഴിഞ്ഞു. ക്രിസ്മസിന്റെ വലിയ ആഘോഷക്കാർക്ക് ക്രിസ്ത്യാനികളെക്കാൾ കൂടുതൽ നമ്മളെ മാപ്പിളാർക്കാണ്. ഇപ്പൊ ഇന്ന് വലിയ ഒരു സോഷ്യൽ മീഡിയ വലിയ വാർത്ത എന്താണ്? നിസ്കാരക്കുപ്പായിട്ടിട്ടൊരു പെണ്ണ് കരോൾ ക്രിസ്ത്യാനികളായ ആളുകളെ സ്വീകരിക്കുന്ന വലിയ വാർത്തയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കണം. എന്തിനാ പെണ്ണ് നിസ്കാരക്കുപ്പായിട്ടത്? ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ, പടച്ചോനെ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു, നിന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു. ലം യലിദ് വലം യൂലദ്, അള്ളാഹുവിന് സന്താനങ്ങളില്ല, അള്ളാഹ് പിതാവല്ല എന്ന് വിശ്വസിക്കുന്ന ഖുൽഹുവല്ലാഹു സൂറത്തോദിയം ആ നിസ്കാരക്കുപ്പായിട്ട പെണ്ണ് ഇത്തഖദ റഹ്മാനു വലദ, അള്ളാഹുവിന് കുട്ടിയുണ്ട്, ആ കുട്ടിയാണ് ഈസാ നബി എന്ന് പറഞ്ഞ് ആ ആഘോഷത്തിന് നിസ്കാരക്കുപ്പായത്തിൽ ആശംസ അർപ്പിക്കാൻ. അത് വലിയ കാര്യമാണ്. ഇപ്പൊ ഇങ്ങനെയാണ് വേണ്ടതെന്നാണ് ആളുകൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. വിശ്വാസികൾ അതൊന്നുമല്ല. നമ്മുടെ ദീനിന്റെ ഇസ്സത്ത് നമ്മൾ കാത്തു സൂക്ഷിക്കണം. അത് ഏത് കാലഘട്ടത്തിലുണ്ടാകണം. അതുകൊണ്ട് നമ്മൾ പ്രത്യേകിച്ചും ദീനനുസരിച്ച് കൊണ്ട് ജീവിക്കുന്ന കുടുസായി പ്രയാസമുള്ള, ഇനിയിപ്പോ കഴിഞ്ഞ വർഷത്തേക്കാൾ ഈ 2005 കൂടുതൽ പ്രയാസമായിരിക്കും 2025 പ്രയാസമായിരിക്കും 2026 ഉണ്ടാകുക. അത് യാതൊരു സംശയവുമില്ല. ഓരോ വർഷം കഴിയും തോറും ദീനിന്റെ ജീവിതം കുടുസായിക്കൊണ്ടിരിക്കാൻ. അപ്പൊ നമ്മളെ സംബന്ധിച്ചത് പ്രവാചകൻ പറഞ്ഞു, മൻ താല ഉംറുഹു വഹസുന അമലുഹു, അവനാണ് ഏറ്റവും ബുദ്ധിമാൻ. അഥവാ ഏറ്റവും വിജയിച്ചവനാരാണ്? ആ ദീന് പിന്നെ അവന്റെ ആയുസ് കൂടുന്തോറും അവന്റെ അമലുകൾ നന്നായിക്കൊണ്ടിരിക്കുന്നവനാണ് ഏറ്റവും നല്ല മനുഷ്യൻ. നന്നാവണമെന്ന് എല്ലാവർക്കും ഉണ്ടാവും, പക്ഷെ നന്നാകണില്ല. അതാണ് ഞാൻ അടുത്ത കൊല്ലം നന്നാകും, ഞാൻ അടുത്ത റമളാൻ ഞാൻ എന്താ നന്നാവും, അടുത്ത റമളാൻ വരെ ഞാൻ ആർക്ക് ഉണ്ടാവും നമുക്കറിയോ. മഹാനായ അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു പാടിയൊരു പാട്ടുണ്ട്. അദ്ദേഹം നല്ല സാഹിത്യകാരൻ കൂടിയായിരുന്നു അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ കവിത ഉണ്ട്, തർജുൻ നജാത വലം തസ്ലുക് മസാലികഹ, എല്ലാവർക്കും ജയിക്കണമെന്നുണ്ട്, പരലോകത്ത് രക്ഷപ്പെടണമെന്നുണ്ട്. പക്ഷെ ആരും തന്നെ വലം തസ്ലുക് മസാലികഹ, അവരും ആ പിന്നെ എന്താ പറയാ പിന്നെ വിജയത്തിന്റെ വഴിയിലേക്ക് അവരാരും പ്രവേശിക്കും. എല്ലാവർക്കും ജയിക്കണം, പാസ്സാകണം, സ്വർഗം കിട്ടണം എന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. പക്ഷെ ആ സ്വർഗം കിട്ടുന്ന വഴിയിലേക്ക് ആരും പ്രവേശിക്കുന്നില്ല. അതിന് ഉദാഹരണം പറയാണ് അദ്ദേഹം, ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി, കപ്പൽ എന്ന് പറഞ്ഞ വെള്ളത്തിൽ കൂടെ പോവുള്ളൂ. കപ്പൽ ഭൂമിയിൽ നിന്നുണ്ടാക്കുക, കപ്പൽ കരയിൽ നിന്നുണ്ടാക്കിയിട്ട് കരയിൽ കപ്പലോട്ടാൻ പറ്റൂല. ആ കപ്പലോട്ടണമെങ്കിൽ ആ കപ്പലിനെ വെള്ളത്തിലേക്ക് ഇറക്കണം. ഇതുപോലെ ജയിക്കണം എന്നുണ്ടെങ്കിൽ പൂതിണ്ടായിട്ട് കാര്യമില്ല. ആ ജയിക്കുന്ന വഴിയിലേക്ക്, ആ പാതയിലേക്ക് നമ്മൾ ഇറങ്ങിക്കഴിയുമ്പോൾ മാത്രമേ ഒരു മനുഷ്യനെ സംബന്ധിച്ചും ജയിക്കാൻ സാധിക്കുള്ളൂ. എപ്പോഴാണെങ്കിലും മരിക്കുന്ന സന്ദർഭത്തിൽ
പിന്നെ വിശ്വാസിയായിക്കൊണ്ട് മുഅ്മിനായിക്കൊണ്ട് മരിക്കണം. അതാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം എപ്പോഴും വലിയ ആഗ്രഹം. വിശുദ്ധ ഖുർആൻ സൂറത്തുൽ ഫജ്റിൽ പറഞ്ഞില്ലേ, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക റാളിയതൻ മർളിയ. വിശ്വാസികളായ ആളുകളെ റൂഹിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല മരിപ്പിക്കുമ്പോൾ അല്ലാഹുവിന്റെ മലക്കുകൾ പറയും, യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന. അല്ലാഹുവും അവന്റെ മലക്കുകളും വിളിക്കണം, അല്ലയോ സമാധാനമടഞ്ഞ ആത്മാവേ. അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് ചെയ്യുമാറാവട്ടെ. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബിക. നിന്റെ റബ്ബിലേക്ക് നിന്നാണ് വന്നിട്ടുള്ളത്, അതുകൊണ്ട് നിന്റെ റബ്ബിലേക്ക് നീ മടങ്ങിപ്പോകണം. കാരണം നിന്റെ റബ്ബ് അവിടെ ഒരുക്കി വെച്ചിരിക്കുന്ന വിഭവസമൃദ്ധമായ വിഭവങ്ങളൊക്കെ തന്നെയും നിനക്ക് ആസ്വദിക്കാൻ ആവശ്യമായ കാര്യങ്ങളിലേക്ക് നീ അള്ളാഹുലേക്ക് നീ മടങ്ങിപ്പോകണം. റാളിയതൻ മർളിയ. അള്ളാഹു നിന്നെ തൃപ്തിപ്പെട്ടുകൊണ്ടും നീ അള്ളാഹുവിനെ തൃപ്തിപ്പെട്ടുകൊണ്ടുമാണ് നീ മടങ്ങിപ്പോകുന്നത് എന്ന ആശ്വാസ വാക്കാണ് ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം കേട്ട് മടങ്ങിപ്പോകണം. ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. എന്റെ സൽവൃത്തരായ അടിമകളിലേക്ക് നീ പ്രവേശിച്ചുകൊള്ളുക, നീ അവരെ കണ്ട് സന്തോഷിച്ചുകൊള്ളുക. വദ്ഖുലി ജന്നതി, നീ എന്റെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ചുകൊള്ളുക എന്ന് ആ സന്തോഷ വാർത്ത കേട്ടുകൊണ്ടാണ് സത്യവിശ്വാസികൾ മരിക്കുന്നത്. അങ്ങനെയാണ് നമ്മളൊക്കെ മരിക്കുക. അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാവട്ടെ. ഈ ആയത്തിറങ്ങിയ സന്ദർഭത്തിൽ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിന്റെ സദസ്സിലുണ്ട്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, യാ റസൂലുള്ളാഹ് മാ അഹ്സന ഹാദാ. അള്ളാഹുവിന്റെ റസൂലെ, ഇങ്ങനെ ഒരു മനുഷ്യന് മരിക്കാൻ കഴിഞ്ഞാൽ, അള്ളാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ട്, അള്ളാഹുവിന്റെ സ്വർഗത്തെ സംബന്ധിച്ചുള്ള സന്തോഷ വാർത്ത കേട്ട് മരിക്കാൻ കഴിഞ്ഞാൽ അതെത്ര നല്ല മരണമായിരിക്കുമെന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഖാല അമാ ഇന്നക സയുഖാലു ലക ഹാദാ. അബൂബക്കർ, നീ മരിക്കുമ്പോൾ ഇങ്ങനെ കേട്ടുകൊണ്ടാണ് മരിക്കുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുണ്ടെങ്കിൽ, സഹോദരന്മാരെ, നമുക്കൊക്കെ കിട്ടാൻ വേണ്ടി അതിനാണ് മഹാനായ അലി ഇബ്നു അബീ ത്വാലിബ് പറഞ്ഞത്, ഇന്ന സഫീനത ലാ തജ്രി അലൽ യബസി. കിട്ടണമെന്ന് ആഗ്രഹിച്ചിട്ട് കാര്യമില്ല, അതിനനുസരിച്ച് കൊണ്ടുള്ള മാറ്റം ഈ പുതിയ വർഷത്തിലെങ്കിലും പുതിയ ജീവിതത്തിലെങ്കിലും നമ്മൾ ഉണ്ടാകണം. അതുകൊണ്ട് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സാമ്പത്തിക രംഗത്തിലും അതുപോലെ തന്നെ നമ്മുടെ ദീനിയായ ജീവിതത്തിലും ഇബാദത്തിലുമൊക്കെ നമുക്ക് മാറ്റം ആവശ്യമുണ്ടെങ്കിൽ സഹോദരന്മാരെ, നമ്മൾ മാറ്റി ഒരു പുതിയ ജീവിതത്തിലേക്ക് നമ്മൾ നയിക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഇഷ്ടപ്പെടുന്ന യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ അല്ലാഹു നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. إن الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن والاه أما بعد. ഒരിക്കൽ കൂടി അല്ലാഹു സുബ്ഹാനഹു വ തആലയെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണം എല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശുദ്ധമായ റജബ് മാസത്തിലാണ് നാമുള്ളത്. അഥവാ വിശുദ്ധ റമദാൻ ഇനി ഏകദേശം നമ്മളിലേക്ക് എത്താനായിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചനയാണ്. ശുദ്ധ റജബ് കഴിഞ്ഞാൽ പിന്നീട് ശഅബാൻ, പിന്നീട് വിശുദ്ധ റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കുകയായി. റജബ് മാസം വരുമ്പോൾ അതിൻ്റെ മഹത്വം, ഇസ്ലാമിലുള്ള മഹത്വം നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. ഇസ്ലാമിലെ മഹത്വം എന്ന് പറഞ്ഞാൽ 12 മാസങ്ങളിൽ 4 മാസങ്ങൾ പവിത്രമാണ്. മിൻഹ അർബഅത്തുൻ ഹുറും. യുദ്ധങ്ങളും അതുപോലെ തന്നെ മറ്റുള്ള കലാപങ്ങളുമൊന്നും ഉണ്ടാക്കൽ അനുവദനീയമില്ലാത്ത, യുദ്ധം പോലും ചെയ്യൽ അനുവാദമില്ലാത്ത പവിത്രമായ മാസങ്ങളിൽപ്പെട്ട ഒന്നാണ് റജബ് മാസം. അതിൻ്റെ പവിത്രത കാത്തുസൂക്ഷിച്ചുകൊണ്ടായിരിക്കണം നമ്മുടെ ജീവിതമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അതേസമയത്ത് റജബിന് ഇല്ലാത്ത ഒരുപാട് പോരിശകൾ സമൂഹത്തിൽ നമുക്ക് കാണാൻ കഴിയും. എപ്പോഴും സുന്നത്തിന്റെ വെളിച്ചം ആളുകൾക്കിടയിൽ കുറവായിരിക്കും, ബിദ്അത്തിന്റെ വെളിച്ചമായിരിക്കും കൂടുതലുണ്ടാകുക. സുന്നത്ത് ആൾക്കാർക്കാർക്കും വലിയ പരിചയമൊന്നും ഉണ്ടാവില്ല. ഇനി പരിചയമുണ്ടെങ്കിലും അതിൽ ചെയ്യാൻ വലിയ താല്പര്യം ആളുകൾ കാണിക്കൂല, ശൈത്താനെ താല്പര്യം കാണിപ്പിക്കൂല. റജബിനെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞ അശ്ഹുറുൽ ഹുറൂമിൽപ്പെട്ട മാസമാണ്. പക്ഷെ റജബിനെ സംബന്ധിച്ച് ഒരുപാട് അന്ധവിശ്വാസങ്ങൾ സമൂഹത്തിലുണ്ട്. ഒരുപാട് കള്ള ഹദീസുകൾ ഈ സൂഫികളും അതുപോലെ തന്നെ ഷിയാക്കളും ഈ വിഷയത്തിൽ കടത്തി കൂട്ടുകയും, റജബ് മാസത്തിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മിഅ്റാജ് പോയത്, അതുകൊണ്ട് റജബ് ഇനി മിഅ്റാജ് നോമ്പ് നോൽക്കും. നമ്മൾ എല്ലാ സമുദായത്തിൽപ്പെട്ട മഹാഭൂരിപക്ഷം ആളുകളും അത് വിശ്വസിക്കുകയും ആ നോമ്പ് അനുഷ്ഠിക്കുകയും ചെയ്യാറുണ്ട്. പക്ഷേ അള്ളാഹുവിന്റെ ദീൻ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ആണല്ലോ മിഅ്റാജിന് പോയത്. ആ മിഅ്റാജിന് പോയ മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മിഅ്റാജ് നോമ്പ് എന്ന് പറഞ്ഞ നോമ്പ് നോറ്റിട്ടില്ല, റജബ് നോറ്റിട്ടില്ല, ഒരു വർഷത്തിൽ എവിടെയും നോറ്റിട്ടില്ല. ഇനി മാത്രമല്ല, മിഅ്റാജ് സംഭവിച്ചത് തന്നെ റജബിലാണോ എന്ന കാര്യത്തിൽ തന്നെ തീർപ്പ് പറയാൻ പണ്ഡിതന്മാർക്ക് സാധിക്കുകയുമില്ല. അതുകൊണ്ടുള്ള ഫളലുകൾ നമ്മൾ മനസ്സിലാക്കുക.
ഇല്ലാത്ത ബിദ്അത്തുകളും നോമ്പുകളും ഒഴിവാക്കുക. മഹാനായ ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ റഹ്മത്തുള്ളാഹി അലൈഹി അദ്ദേഹം പറയാം, അമ്മാ സൗമു റജബിൻ ബിഖുസൂസിഹി ഫഅഹാദീസു കുല്ലുഹാ ളഈഫത്തുൻ ബൽ മൗദൂഅ. റജബ് മാസത്തിന്റെ പവിത്രത പറയുന്ന ഒരുപാട് ഹദീസുകളുണ്ട്. അത് ദുർബലമാണെന്ന് മാത്രമല്ല അതിലധികവും മൗദൂ ആണ്, റസൂലുള്ളാഹിന്റെ മേൽ കെട്ടിയുണ്ടാക്കപ്പെട്ട ഹദീസുകളാണ്. മൗദൂ ആയ ഹദീസ് കൊണ്ട് അമൽ ചെയ്യാൻ പാടില്ലെന്ന് മാത്രമല്ല അത് ഹദീസായി പറയാൻ പോലും പറ്റാത്ത കാര്യമാണ്. നമ്മുടെ നാട്ടിലൊക്കെ സലാത്തുർ റഗായിബ് എന്ന് പറഞ്ഞ പുതിയ നിസ്കാരമുണ്ട്, റജബ് മാസത്തിൽ പ്രത്യേക നിസ്കാരം. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറയും ബിദ്അത്തുൻ ഖബീഹത്തുൻ, അത് മോശമായ ബിദ്അത്ത്. 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച ആളാണ് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി. ആ നൂറ്റാണ്ടിൽ തന്നെയും ആളുകൾ ഇത് ബിദ്അത്ത് കണ്ടുകൊണ്ട് നടന്നപ്പോൾ ആ ഇമാം നവവി ജീവിച്ച കാലഘട്ടത്തിലുള്ള അദ്ദേഹം പറയുക അത് ബിദ്അത്തുൻ ഖബീഹത്തുൻ മുൻകറത്തുൻ അശദ്ദ ഇൻകാർ, വളരെയധികം മോശമായ ബിദ്അത്താണിത് എന്ന് ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞതായിക്കൊണ്ട് കാണുക. അപ്പോൾ ഉള്ളതുപോലെ സ്വീകരിക്കുക, ഇല്ലാത്തതിനെ ഒഴിവാക്കുന്നത് നമുക്ക് യാതൊരു മനസ്സങ്കോചം വേണ്ട. പക്ഷേ നോമ്പല്ലേ നല്ലതല്ലേ എന്ന് പറഞ്ഞാൽ നല്ലതാണെങ്കിൽ അതിന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിക്കും. എല്ലാ നല്ലതും കാണിച്ചു തന്നുകൊണ്ട് തന്നെയാണ് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തായിട്ടുള്ളത്. നമുക്ക് സ്വർഗത്തിലേക്ക് പോകേണ്ട കാര്യങ്ങൾ എമ്പാടും ദീനിലുണ്ട്, അതനുസരിച്ചാൽ തന്നെ സ്വർഗത്ത് പോകാൻ. ബിദ്അത്തിന്റെ ഒരു ആവശ്യവും ഒരു മുസ്ലിമിനെ സംബന്ധിച്ചൊന്നും ഇല്ലെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് സുന്നത്തിന് സുന്നത്തായും ബിദ്അത്തിന് ബിദ്അത്തായും മനസ്സിലാക്കുക. അല്ലാഹു നമ്മെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ. ജീവിതത്തിൽ അറിഞ്ഞും അറിയാതെയും സംഭവിച്ചു പോയിരിക്കുന്ന മുഴുവൻ തെറ്റുകുറ്റങ്ങളും അല്ലാഹു നമുക്കെല്ലാം പുറത്തു നൽകുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയിട്ടുള്ള നല്ലവരായ നമ്മുടെ വിശ്വാസികൾ, നമ്മുടെ കൂട്ടുകുടുംബങ്ങൾ, നമ്മുടെ മാതാപിതാക്കൾ എല്ലാവർക്കും അല്ലാഹു സ്വർഗം നൽകി ആദരിക്കുമാറാവട്ടെ. അവരെയും നമ്മയും നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ അല്ലാഹു ഒരുമിച്ച് കൂട്ടുമാറാവട്ടെ. ജീവിതത്തിന്റെ ഏത് സമയത്ത് മരിച്ചാലും ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉച്ചരിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മലക്കുകളുടെ സന്തോഷ വാർത്ത കേട്ടുകൊണ്ട് മരിക്കാൻ അല്ലാഹു നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ അഅ്സിൽ ഇസ്ലാം വൽ മുസ്ലിമീൻ വഅദിൽ അശ്ശിർക വൽ മുശ്രിക്കീൻ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وتوفنا مسلمين يا أرحم الراحمين.